This video is powered by MyG Future. Experience the next. നമസ്കാരം, നാദർ ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിമിക്രിയിലെ ഒരു രാജകുമാരനും രാജകുമാരിയും. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എൻ്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. ഈ പാഷന്റെ പുറകെ പോകുന്നവരോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, എല്ലാവരും അടിച്ചു കയറി വാ, അല്ലെങ്കിൽ എന്ത് ജന്മമാണിത്. പ്രശ്നങ്ങൾ കാരണം സങ്കടപ്പെട്ട് ഇരിക്കുന്നവരോട് നിങ്ങളെല്ലാവരും അടിച്ചു കയറി വരണം. ഞാൻ ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കുക ഒരുപോലെ ബഹുമാനിക്കാൻ ചെയ്യില്ല. എല്ലാവരും അടിച്ചു കയറി വാ. ഈ അടിച്ചു കയറി വരാന്ന് പറയുന്നത് അതൊരു ഫെസ്റ്റിവലാ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. എന്റെ ഡാഡി ഇതെങ്ങനെ അറിഞ്ഞാലുണ്ടല്ല, എല്ലാരും അടിച്ചു കയറി വാ. എല്ലാവരും അടിച്ചു കയറി വരാൻ പഠിക്കണം. KSRTC എല്ലാവരും അടിച്ചു കയറി വാ. അല്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും അടിച്ചു കയറുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവരുടെ കൂടെ ആര് കളിക്കും? നീ കളിക്കൂടാ, ഞാൻ കളിക്കൂല. എല്ലാവരും അടിച്ചു കയറി വാടാ. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഏട്ടൻ്റെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അടിച്ചു കയറി നിന്നിട്ടുള്ളത്. എന്നാ ചേട്ടൻ എന്താ വേണ്ട, കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എന്താണ് വേണ്ടത്? എല്ലാവരും അടിച്ചു കയറി വാടാ. അൻപാർന്ന വാക്കാല പുതുമക്കളെ, എല്ലാവരും അടിച്ചു കയറി വാ. അല്ല, മലയാളികളെല്ലാവരും അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പിലും പല രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഈ അടിച്ചു കയറാൻ പറ്റണല്ലോടാ. തീർച്ചയായിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് മിമിക്രി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ ഇത്രയും ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അതിനൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും താങ്കളെ പോലെയുള്ള ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. വിനീത് ബ്രോ പൊളി മാസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. നമസ്കാരം. ഇന്നത്തെ ഈ ഇന്റർവ്യൂ നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ അറിയിച്ചുകൊണ്ട്, പുഞ്ചിരിക്കാറ്റേ പാടും പൂങ്കാറ്റേ കുളിർക്കാറ്റേ. കലക്കി രണ്ടുപേരും ഗംഭീരമായിട്ടുണ്ട്. മികച്ച ബ്രാൻഡുകൾക്കും മികച്ച ഓഫറുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ്. മൈജി ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. ഇപ്പോൾ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലോടെ എത്തുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ സിനിമാ താരങ്ങളുടെ നടന്മാരുടെയും നടിമാരുടെയും ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഏറ്റവും മിടുക്കിയാണ് ഇപ്പോൾ മുമ്പിലിരിക്കുന്നത്. മഹേഷ് കുഞ്ഞുമോൻ, നമ്മളുടെ അഖില, AS അഖില, ഇനിഷ്യലൊന്ന് തപ്പിപ്പോയി, ഡോക്ടർ മിമിക്രി അല്ലേ? എന്താണ് ഈ ഡോക്ടർ മിമിക്രി എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ മിമിക്രി ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒന്ന് ഡോക്ടർ അഖില മാത്രമേ ഉള്ളൂ ഡോക്ടർ മിമിക്രി. ഡോക്ടർ മിമിക്രി സ്വന്തം പേരാണോ? ഇൻസ്റ്റാ ID-ക്ക് വേണ്ടി. ഏതോ ഹോസ്പിറ്റൽ ഡോക്ടർ? ഡിവൈൻ ആയുർവേദ ഹോസ്പിറ്റൽ. ഡിവൈൻ ആയുർവേദ ഹോസ്പിറ്റൽ. ഇതാണ് ഒറിജിനൽ വോയിസ്? അതെ, ഇതാണ് ശബ്ദം. എൻ്റെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതങ്ങനെയാണ്. എനിക്ക് എൻ്റെ വോയിസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് ആളുകൾ കേൾക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റേജ് ചെയ്തായിരുന്നു അഖിലയുടെ? ഞാൻ പഠിച്ച മനാൽ ഹുദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു യൂത്ത് ഫെസ്റ്റിവലിനാണ് ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത്. ഏത് ക്ലാസ്സിൽ? 6th സ്റ്റാൻഡേർഡിൽ. ഏത് പാട്ട് ആരെ അനുകരിച്ചിട്ട് പാടി? S ജാനകി അമ്മയെ അനുകരിച്ചുകൊണ്ട് ആഴക്കടലിലെ പാട്ട്. ചാന്തുപട്ടല്ലേ? അതെ. അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കണുള്ളൂ. നീ? ഞാൻ 7ാം ക്ലാസ്സിലെ മിമിക്രി ഫസ്റ്റ് ചെയ്യുന്നത് കുറിഞ്ഞി UP സ്കൂൾ, അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ. ആരെ ശബ്ദമായിരുന്നു അന്ന്? MS തൃപ്പൂണിത്തുറ, വിനീത് ശ്രീനിവാസൻ, പ്രേം നസീർ, ഉമ്മർ. നീ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിനീതൊക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ടോ? അല്ല, മകൻ്റെ അച്ഛൻ റിലീസ് അതിലെ ഒരു പാട്ടായിരുന്നു പാടിയത്. മറ്റേ സുഗത സംഗീതം സുഹൃത സംഗീതം എന്ന് പറഞ്ഞാൽ അത് ഞാനിങ്ങനെ വിനീത് അഭിനയിക്കല്ലോ, പാട്ട് പാടി തുടങ്ങിയ. പക്ഷെ മകൻ്റെ അച്ഛനിൽ ശ്രീനിവാസൻ ചേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിലെ ഒരു ഇതായിരുന്നു അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിങ്ങനെ മൂക്കിനെ ഞെക്കിക്കൊണ്ടായിരുന്നു, ഇങ്ങനെ സുഹൃത സംഗീതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ സൗണ്ട് വരില്ലായിരുന്നേ. അതിങ്ങനെ ഞാനിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഞെക്കി ഞെക്കാണ്ട് വരും. അതിന് ഇച്ചിരി ആളുടെ ഒരു ഇതും കൂടെ കൊടുക്കണം, വിനയവും ഇതും കൂടെ കൊടുക്കണം, എന്നാലേ ഇപ്പോൾ അതിൻ്റെ കൂടെ അഭിനയം കൂടി ശബ്ദം വരുള്ളൂ. പണ്ടൊക്കെ ഇത് എങ്ങനെയാണ് മുഖത്ത് ഒന്നും വരത്തില്ലല്ലോ, മറ്റുള്ള മിമിക്രിക്കാരെ എങ്ങനെയാണോ കാണിക്കണേ. ഞാൻ പണ്ട് നസീർ സാറിനൊക്കെ വണ്ടിപ്പെണ്ണി അങ്ങനെയൊക്കെ എല്ലാവരും അനുകരിക്കുന്ന പോലെ എന്താണ് ഈ മധു സാറൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ അന്ന് 7ാം ക്ലാസ്സിൽ തൊണ്ട പൊട്ടി ചെയ്ത MS തൃപ്പൂണിത്തുറയാണ്. മോള് S ജാനകി അമ്മയുടെ ശബ്ദത്തിലാണ് ആഴക്കടലിൽ. അന്ന് കറക്റ്റ് വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് നല്ല ഗൈഡ് കിട്ടിയിരുന്ന?
കറക്റ്റ് വോയിസ് ഏകദേശം ഇങ്ങനെ ഒപ്പിക്കും, അങ്ങനെ പാടുമായിരുന്നു അത്യാവശ്യം ആ സമയത്ത്. ആ പാട്ടുകാരിയാണ്, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു അഭിമാനം തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിമിക്രിയിലെ സീനിയർ ഇല്ലേ, നീ ചെരുപ്പൂരി എറിയാൻ പോണോ? അല്ല, താത്തിയൊക്കെ മതി. പാൻറ്റ് ശരിയൊക്കെയാണോ? ഞാൻ വിചാരിച്ചു ചെരുപ്പ് കൂരി നല്ലുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ നടക്കണ കാര്യമാണ്. ജയറാമേട്ടൻ, പിന്നെ അതിനു മുമ്പ് സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യണ താരങ്ങൾ ഈ മിമിക്രിക്കാർ. അനീഫക്ക, കൊച്ചിൻ അനീഫക്ക, പിന്നെ ആലപ്പി അഷ്റഫ്, പിന്നെ വേണുചേട്ടൻ, ആലപ്പി അഷ്റഫക്ക, പിന്നെ പാച്ചിക്ക, ഇവരൊക്കെ മിമിക്രിയിൽ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയതാണെന്ന്. പിന്നെ കൊല്ലം സിറാജ്, അതിൽ സിറാജ് കട മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ഈ സീനിയേഴ്സ് ഇവരുടെ സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടല്ലോ. കാരണം നമ്മളൊക്കെ ഈ മിമിക്രി തുടങ്ങിയ സമയത്ത് ഇവരൊക്കെ സിനിമയിൽ കത്തി നിൽക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ സ്റ്റേജിൽ നിന്ന് കണ്ട് തുടങ്ങിയേക്കുന്ന സ്റ്റാർസിനെ അനുകരിക്കുന്നതിൽ ജയറാമേട്ടൻ, അബി, ദിലീപ്, കോട്ടയം നസീർ, പിന്നെ ആ സമയത്ത് താരങ്ങൾ അനുകരിക്കുന്ന, അതായത് പ്രധാനപ്പെട്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹേഷാണ്. മഹേഷിൻ്റെ ഒരു ഉദയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കോവിഡിൻ്റെ സമയത്ത് പൊട്ടിമുളച്ചതാണ്. അതെ അല്ലേ? കോവിഡിൻ്റെ എന്താണ് ഗിഫ്റ്റാണ് മഹേഷ്. കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലാണ്. ഞാനപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ AVT മെക്കോർമിക് എന്നുള്ള ഒരു കമ്പനിയിൽ. അവിടെ മെയിൻ്റനൻസിൽ മെക്കാനിക്കൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, എടാ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങടാ, നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്നാമത് കൊറോണയല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു മിമിക്രി പാഷൻ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ തുടങ്ങി. അതിൽ പിണറായി സാറുടെ വോയിസാണ് ക്ലിക്കായത്, 5ാമത്തെ വീഡിയോ. അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്. പിണറായി സാറും പ്രധാനമന്ത്രി അതെ മോദിജിയും കൂടി സംസാരിക്കുന്നത്. അതെ, പാട്ട് അവരൊരുമിച്ച് പഠിക്കുന്നതും പാട്ട് പാടുന്നതും ഞാൻ കണ്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെ ആയിക്കോട്ടെ. എന്താ മോദി? ഓക്കെ പിണറായി. ഉച്ചയ്ക്ക് ആംപ്ലേറ്റ്, ചോറ്, ഉപ്പേരി, അപ്പേരി ഒക്കെ. 4 മണിക്കൊരു ചായ, ഒരു വട, ഉപ്പേരി അപ്പേരി ഒക്കെ. എടോ, അത് 4 മണിക്കല്ല, ഉച്ചയ്ക്കാ ഉപ്പേരി അപ്പേരി. നിങ്ങളുടെ വളർച്ച സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായി വന്ന് ഞങ്ങളുടെയൊക്കെ വളർച്ച എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് തുടക്കകാലത്ത് ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റ്, ഈ വീഡിയോ കാസറ്റൊക്കെ ഗൾഫിൽ നിന്ന് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ കണ്ടിട്ട് അവർ സ്ഥിരം കണ്ട് എൻജോയ് ചെയ്തിരുന്ന കലാഭവൻ്റെയും മാരിസ്റ്റയുടെയൊക്കെ വീഡിയോ കാസറ്റ്സ് കണ്ട് കെ എസ് പ്രസാദ് ഡയറക്റ്റ് ചെയ്യണതും ആ കാസറ്റുകളിൽ സിനിമാ താരങ്ങളെ അനുകരിക്കുന്നതും കോമഡി ചെയ്യുന്നവരെയൊക്കെ ആയിട്ട് കണ്ടുപിടിച്ച് അവരെ ഗൾഫിൽ കൊണ്ടുപോയി പ്രോഗ്രാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗൾഫിൽ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ടക്ക് നമ്പർ ഉണ്ടാകുന്നില്ല. 5ാമത്തെ വീഡിയോയിൽ സൂപ്പർ സ്റ്റാറായി. സോഷ്യൽ മീഡിയ ആണ് എനിക്കൊരു സ്റ്റേജ് തന്നതെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനും പക്ഷെ ഞാൻ കൂടുതലും വോയിസ് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള എല്ലാം കലോത്സവത്തിലെ വേദികളിലാണ് ശരിക്കും. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറേ കാലത്തിന് ശേഷമൊക്കെ എനിക്കൊന്ന് ഒരു വർഷമായിട്ടാണ് ഞാനൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്. യുവജനോത്സവ വേദികളിൽ താരം എഴുതാ? ഞാൻ ഫസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് ഫസ്റ്റൊക്കെ ആയിരുന്നു. എത്ര വർഷം ഫസ്റ്റ്? ഞാൻ 4 ഇയേഴ്സ് കണ്ടിന്യൂസ്. നീ യൂണിവേഴ്സിറ്റി? നമുക്ക് പ്രൈസ് ഒന്നുമില്ല. ഞാൻ കലോത്സവ വേദികളിലെ അമ്പെ പരാജയപ്പെട്ട ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അതായത് സബ് ജില്ല വരെ പോയിട്ടുള്ളൂ. സബ് ജില്ലയാണല്ലോ ഫസ്റ്റ്. അതായത് സ്കൂളിൽ നിന്ന് സബ് ജില്ല കഴിഞ്ഞ് റവന്യൂ കഴിഞ്ഞ് സ്റ്റേറ്റ്, അതിലേക്ക് എത്തിയില്ലായിരുന്നു. അങ്ങോട്ട് എത്താറില്ല. സബ് ജില്ലയിൽ തന്നെ ഇതായി പോകാറുണ്ട്. പിന്നെ കോളേജിലെത്തിയപ്പോൾ ഡയറക്റ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റിൽ മത്സരിക്കും. പക്ഷേ നടന്മാരെ അനുകരിക്കുന്ന എത്ര ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും ഒരു ബീറ്റ് പോസർ വന്നാൽ മിമിക്രി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ആൾക്കായിരിക്കും. ശരിക്കും അത് അർഹതയില്ലാത്തവർക്ക് കിട്ടി, അർഹതയുള്ളവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും യൂണിവേഴ്സിറ്റി വിവാദങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവ വേദികളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിൽ എന്തെങ്കിലും സത്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതല്ല, എൻ്റെ സബ് ജില്ല ഇപ്പോൾ ഓരോ കലോത്സവത്തിൻ്റെ ദിവസത്തെ വാർത്തകൾ പത്രങ്ങളിൽ വരും. സബ് ജില്ലാ കലോത്സവത്തിന് മിമിക്രി മത്സരം അമ്പെ പരാജയം, ആവർത്തന വിരസത മൂലം ആളുകൾക്ക് മടുപ്പായി എന്ന് പറഞ്ഞ് വാർത്ത വന്നു. കാരണം അതിൻ്റെ മത്സരം തുടങ്ങിയത് ഞാനായിരുന്നേ. അതായത് അന്നത്തെ മിമിക്രിയിൽ മത്സരങ്ങൾ എല്ലാവരും അടുത്തതായി ഷീല, അടുത്തതായി മധു,
ഒരു പുതുമയില്ലാതെ അടുത്തതായി എന്ന് പറഞ്ഞിട്ട് ഓരോ ശബ്ദങ്ങൾ അനുകരിച്ച് പോകുന്നൊരു ശീലമാണ്. അപ്പോൾ എനിക്ക് ആ വാർത്ത കണ്ടപ്പോഴാണ് എൻ്റെയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം, മാറി ചിന്തിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്. ഈ അടുത്തതായി പരിപാടി ഉണ്ടായിരുന്നോ? അടുത്തതായി പണ്ടുണ്ടാവുമായിരിക്കും അല്ലേ? അല്ല, ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര സ്ക്രിപ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല, എന്നാലും ഈ അടുത്തതായി മാറ്റാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യും. പ്രഭാതം പൊട്ടി വിടർന്നു ആ ടൈപ്പ് ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോഴും കലോത്സവങ്ങളിൽ കാണാം കുഞ്ഞ് ഉണ്ടാവുന്നതും, ബൈക്ക്, പിന്നെ മറ്റേ മകുടി. അതൊരു പാറ്റേൺ ഫോളോ. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില മത്സരാർത്ഥികൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പം നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഒരു സാധനം നമ്മൾ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് സെയിം അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഏതോ വീഡിയോ കണ്ടിട്ടാണെന്ന്. അങ്ങനെ അതായത് നമ്മൾ ചെയ്തത് കണ്ടുപഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ നാഷിക്ക് അറിയാലോ, ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് മറ്റൊരു മിമിക്രി ആർട്ടിസ്റ്റിന് കോപ്പി ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് വേറൊരു പുതിയൊരു വോയിസ് കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമുക്ക് വേറെ ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് കിട്ടാനായിട്ട്. ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇത്ര നേരമായിട്ട് ഇവൻ ചോദിച്ചിട്ടില്ല, അവർ തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ എനിക്ക് നല്ല തെറിയേക്കും. നമുക്ക് ഒരു റിവർബും ഇല്ലാണ്ട് ഒരു എഫക്ട്സും ഇല്ലാണ്ട് ഒരു 3-4 ശബ്ദങ്ങൾ ഒന്ന് കേട്ടാലോ? അതിനെന്താ കേൾക്കാലോ? ലേഡീസ് ഫസ്റ്റ് പറയാം. തീർച്ചയായിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് മിമിക്രി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ ഇത്രയും ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അതിനൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും താങ്കളെ പോലെയുള്ള ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. രഞ്ജിനി ഹരിദാസ്. അല്ല, ഞാനിങ്ങനെ പറയണമെന്ന് അറിയോ, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഞങ്ങളുടെ ഒരു പഴയ തലമുറ അല്ലെങ്കിൽ ആ പഴയ പാറ്റേൺ ആലോചിച്ചിട്ടായിരിക്കും ഈ ആളുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഗുണം എന്ന് പറയും. ഇപ്പൊ രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡായി ഓഡിയൻസിലേക്ക് ആ പിക്ചർ രഞ്ജിനി ഹരിദാസ്. അപ്പൊ രഞ്ജിനി ഹരിദാസിന്റെ ശബ്ദം ഇതാണെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മളൊന്ന് കൊടുത്തതിന് ശേഷം അപ്പോഴേക്ക് ആയിരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും ട്യൂൺഡ് ആവും. രഞ്ജിനിയുടെ വോയിസൊക്കെ അവളുടെ ഫേസും വോയിസ് എല്ലാം ബ്രെയിനിലേക്ക് കയറി കഴിഞ്ഞിട്ട് മോളിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതല്ലാതെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓക്കെയാണ്, പക്ക 100% കറക്റ്റാണ്. പക്ഷെ ഒന്ന് ഹിൻഡ് ചെയ്തിട്ട് പറയുമ്പോൾ അടുത്തതാണ് അടുത്തത് തന്നെയാണ്. പക്ഷെ നമുക്ക് വെറുതെ ഇപ്പം അങ്ങനെ തന്നെ പറഞ്ഞു പോകാൻ രഞ്ജിനി കഴിഞ്ഞിട്ട് ഇനി അതാണ്. അതായത് ഇനി പറയുമ്പോൾ നെക്സ്റ്റ് ഓക്കെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ല, വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ അനുകരിച്ച് തഴമ്പിച്ച ശബ്ദമാണ്. അല്ല, വേറെ കാര്യമുണ്ട് മഹേഷിന്റെ ബോഡി ലാംഗ്വേജിൽ വിനീത് ഉണ്ട്. മഹേഷ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, മഹേഷ് പ്രസന്റ് ചെയ്യുമ്പോൾ, മഹേഷ് സംസാരിക്കുമ്പോഴൊക്കെ വിനീത് ഇപ്പം അതിൻ്റെ ഉദാഹരണമല്ല, അതിരടിയിൽ വിനീതിൻ്റെ അല്ലേ ഒരു പോർഷൻ ചെയ്തില്ലേ? അതെ, ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. വർക്കല സുധീഷ്. ശരിക്കും അത് മഹേഷ് തന്നെ പേരിടായിരുന്നു. കുറെ പേര് അങ്ങനെ അഭിപ്രായം പറഞ്ഞു. അല്ല, എനിക്ക് തോന്നി മഹേഷ് കുഞ്ഞോൻ തന്നെ. കാരണം മഹേഷിന് മിമിക്രിക്കാരനായിട്ട് തന്നെ അല്ലേ അതിൽ. അതെ, സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വിനീതും അപ്പം നിങ്ങൾ സ്റ്റേജിൽ ഇതുപോലെ കോമ്പിനേഷൻ ചെയ്യാത്ത കാരണം ഞങ്ങളാകെ ഒരു സ്റ്റേജ് ഒരുമിച്ച് ചെയ്യട്ടോ അല്ലേ? 2 സ്റ്റേജ്. വിനീതും പിന്നെ വേറെ ഏത് ഫീമെയിലെയും നമ്മുടെ റിയ ഷിബു, ഡെലുലു ഏറ്റവും സർവമായ. ഇപ്പം ഡെലുലും വിനീത് ശ്രീനിവാസൻ വേണ്ടി വന്നിരുന്ന് സംസാരിക്കും. അല്ല, നാഷിക്ക് എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ ഈ മുണ്ട് അർജന്റീന ഫാനാണല്ലേ? അത് ഓച്ചുമ എന്നൊരു ബ്രാൻഡിൽ തൃശ്ശൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ബിനോയ് ഡിസൈൻ ചെയ്ത മുണ്ടുകളാണ്. എന്തായാലും ഈ കോസ്റ്റ്യൂം സെൻസ് അത് നാഷിക്കിനെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും. ഞാൻ എപ്പോഴും ഡെലുലു ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഈ നാഷിക്കയുടെ സ്പെക്സ് ശ്രദ്ധിക്കാറുണ്ടോ? കാരണം ഇപ്പം ഇത്രയും നമ്മളിങ്ങനെ സംസാരിക്കാൻ പറയും, എനിക്ക് അത്രയും സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. നാഷിക എപ്പോഴും ഓരോ പാട്ട് പാടുമ്പോൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ, ഇപ്പം ഞാൻ നാഷികയുടെ കൂടെ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ തന്നെ
അടുത്തായി വിനീത് ശ്രീനിവാസൻ. അങ്ങനെ പറയാറുള്ളൂ. വിനീത് ബ്രോ പൊളി മാസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. അതിരടി ഷൂട്ടിൻ്റെ സമയത്ത് എപ്പോഴും ബ്രേക്ക് ടൈമിൽ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് സർവമായ സിനിമയെ കുറിച്ച്. അതിൽ ഡെലുലു ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴും റിയ ഷിബു എന്ന് ആരും പറയാറില്ല, ഡെലുലു എന്നാണ് വിളിക്കാറ്. അപ്പൊ അതെ സർവമായ പ്രഭ അടിപൊളിയാണ്, പക്ഷെ ഡയലോഗിനെ ഇപ്പൊ മറന്നുപോയി. അടിപൊളി അടിപൊളി, നല്ലൊരു കൈയടി. ആ ചിന്താചരണമിന്റെ ശബ്ദം, ചിന്താചരണമിന്റെ അല്ല ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ന്യൂസ് റീഡർ ഷാനി പ്രഭ. ഓക്കെ. നമസ്കാരം. ഇന്നത്തെ ഈ ഇന്റർവ്യൂ നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ അറിയിച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹേഷ് കുഞ്ഞുമോനാണ്. മഹേഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം മാത്രമേ ഉള്ളൂ? സുഖല്ലേ, സുഖം എന്തൊക്കെയാണെന്ന് വെച്ചാൽ സുഖം. വീട്ടില് മഴയൊക്കെ ഉണ്ടോ? എല്ലായിടത്തും മഴയുണ്ട്. അഭിനയിക്കാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോയി അഭിനയിക്കുമോ സിനിമയിലൊക്കെ? ഉറപ്പായിട്ട് വിളിച്ചിട്ടുണ്ട്. വിളിച്ചാ? ഞാനൊരു ഈ 4 മിനിറ്റ് കൊണ്ട് 51 വോയിസ് ചെയ്തൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു 2020 ആ ഒരു സമയത്ത് ഫ്ലവേഴ്സ് ടിവിയിൽ. അപ്പൊ ആ സമയത്ത് കുറച്ച് അങ്ങനെയെല്ലാം ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെ സ്ക്രീനിൽ വരാനുള്ള കുറച്ച് അഭിനയിക്കാൻ മടിയല്ല, എനിക്ക് എന്റെ മുഖം ഇങ്ങനെ കാണുന്ന വലിയ വേറെ ശബ്ദത്തിൽ ഡബ് ചെയ്യേണ്ടി വരും വിചാരിച്ചിട്ടാണോ? അല്ല, ഡബിങ് ഇഷ്ടമാണ്. ഡബിങ്ങിന്റെ അല്ല ഞാൻ ചോദിച്ചാൽ, ഇത്രയും മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിക്ക്, നല്ല കുട്ടിയല്ലേ, നല്ല കാണാനല്ലേ, മിടിക്കല്ലേ, അഭിനയിക്കാൻ പാടില്ല സുഖമായിട്ട്? അതെ, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. നമുക്ക് സ്റ്റേജിൽ മിമിക്രി തുടങ്ങും, ഈ അഭിനയിക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് ഒരു സ്കിറ്റ് പോലും, കോമഡി സ്കിറ്റ് പോലും അഭിനയിച്ചിട്ടില്ല. പണ്ട് സ്കൂളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നാടകത്തിൽ, അതാണ് ഈ വൻ കോമഡി ആയിപ്പോയി. ഞാനൊരു വൃദ്ധനായിരുന്നു. സോറി, ഒരു വൃദ്ധൻ. അപ്പം ഞാനിങ്ങനെ വടിയും കുത്തിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവൻ ഒരു ഇന്ത്യ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു നാടകം. അപ്പോൾ അയാൾ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു, ആ ഡയലോഗ് ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചു. അവനത് ഡയലോഗ് മറന്നുപോയി. എന്നിട്ട് അവൻ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിപ്പോയി സ്റ്റേജ്. ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിന്ന്. അപ്പം ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ട്, എന്താ എല്ലാവരും ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടി. അതാണ് എൻ്റെ അഭിനയ എക്സ്പീരിയൻസ്. മിമിക്രിയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സൂപ്പർ സ്റ്റാർ ആയി വരുന്നു, മറ്റുള്ള എല്ലാവരെക്കാളും ശ്രദ്ധിക്കപ്പെടുന്നു. അയാൾ കിടിലം ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് വന്നു. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ആക്സിഡൻ്റ് അല്ല, ഭീകര ആക്സിഡൻറ്റ്, ഞെട്ടിപ്പോയ ആക്സിഡൻറ്റ്, കൂടെയുള്ള ഒരാൾ പോയ ആക്സിഡൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് തലനാരെ ഇഴക്കി രക്ഷപ്പെട്ടെങ്കിലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ വേറൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിപ്പോയി, അല്ലെങ്കിൽ അല്ലേ? അതെ, ഇപ്പോൾ 3 വർഷമായി. പക്ഷേ ഇപ്പോഴും എന്നെ കാണുന്നവർ മാറിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മറന്നാലും ആളുകളെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ല, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പെട്ടെന്ന് നമ്മളൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കണ്ണ് വെട്ടാന്നൊക്കെ. സാധാരണ അതിലൊന്നും വിശ്വാസമില്ലാത്തതാണ്, പക്ഷെ നമ്മൾ പറയുമ്പോൾ പലരും പറഞ്ഞ കണ്ണ് വെട്ടുക, കാരണം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. കാരണം നിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് കിടിലൻ, അസാധ്യം എന്നൊക്കെ പറയുന്ന, അതായത് എല്ലാം പെർഫെക്ഷനാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥ, അതിപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ല. കാരണം അതിപ്പോൾ പറയാൻ കാരണം തന്നെ നീ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് അതിൻ്റെ മേളിൽ അതിനെ ഓവർകം ചെയ്ത് ഇപ്പോൾ അന്നത്തേക്കാളും ഗംഭീരമായിട്ട് മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് നമ്മളത് ആ മാറ്റർ സംസാരിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരിക്കലും സംസാരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഓർമ്മയിലേക്ക് ഒരാളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചിട്ട് അതൊരു വിൽ പവർ, അതൊരു കലാകാരൻ രണ്ടാമത് കയറി വരിക എന്ന് പറയുന്നത് അത് മറ്റ് അന്നത്തെ സമയത്തിനേക്കാൾ ഗംഭീരമായിട്ട് അത് ദൈവനിശ്ചയമാണ്. അത് അതിൻ്റെ മേലിൽ വേറൊരു പ്രയത്നം, പല്ല് ഫുൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടും സ്റ്റീൽ ഇടേണ്ടി വന്നിട്ടും ശബ്ദം
മാറി അല്ലെങ്കിൽ നമ്മൾ പിടിച്ച കിട്ടാത്ത ആംഗിളുകളിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്ത് അത് വരുതിയിൽ വരുത്തി നിങ്ങളല്ല ഞാൻ വിചാരിച്ച സ്ഥലത്ത് എൻ്റെ ശബ്ദവും ഞാൻ വിചാരിച്ച സ്ഥലത്ത് എൻ്റെ ഭാവം അത് വരും എന്ന് തീരുമാനിച്ച ഒരു മനസ്സുണ്ട്. അതിന് നിൻ്റെ അത് ആ ഒരു അതല്ലടാ അത് ഭയങ്കര ഒരു അത് ശരിക്ക് ഓരോരുത്തരും ഓരോ ആൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു പ്രതീക്ഷ നൽകുന്നൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക്. അതെ അതെ. പോയി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടില്ല, ഇനിയുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇത് ഫേസ് ചെയ്തുകൊണ്ട് ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പേടിയില്ല. അങ്ങനത്തെ ഒരു ധൈര്യം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തരും. ഞാൻ നാഷിക്ക് എന്നെ ആക്സിഡൻറ്റിന് മുന്നും കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു, അധികം സംസാരിക്കാനും പാടായിരുന്നു, സ്റ്റേജ് എക്സ്പീരിയൻസും വളരെ കുറവ്. പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ കൂടുതൽ സംസാരിക്കാനും ഇതിൽ നിന്നൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ഇതിലേക്ക് വന്നത്. അല്ല, ഞാൻ പറഞ്ഞ അതിൻ്റെ ഫാർ ബെറ്ററാണ് ഇപ്പോൾ. ഒരുപാട് ഒരു എന്താ പറയുക മെച്ചുവേർഡായി കോൺഫിഡൻസ് ലെവലുണ്ട് നിനക്ക്. അത് ശരിക്കും പറഞ്ഞൊരു അതൊരു പരീക്ഷണം അതിജീവിച്ച് അത് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് മാത്രം വിചാരിച്ചു. ഞാൻ വിശ്വസിക്കും എന്നെ ഒന്ന് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ദൈവം തന്നൊരു ഇതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുമ്പ് വളരെ ഈസി ആയിട്ട് ചെയ്തിരുന്നതൊക്കെ കഷ്ടപ്പെട്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ മുന്നേ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളൊരു ഇതുണ്ടല്ലോ എന്നുള്ളൊരു ഇതെപ്പോഴും നമ്മൾ എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും ചില നിമിഷങ്ങൾ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. പക്ഷേ അതും വിചാരിച്ച് വിഷമിച്ചിരിക്കാനും ഞാൻ തയ്യാറല്ല എന്നുള്ളത്. അല്ല, അത് ചെറിയ കാര്യമല്ലടാ. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളതിനെ ഔട്ട്കം ചെയ്ത് വന്നിരിക്കുന്ന പല സിറ്റുവേഷൻസ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ എൻ്റെ അനിയൻ സമത് എൻ്റെ അനിയൻ ഒരു ആക്സിഡൻറ്റിൽ അവൻ്റെ നാവ് കട്ടായിപ്പോയി. ഇവിടെ മേളിൽ വെച്ചിട്ട് കാർ മേടിച്ചിട്ട് നാവ് കട്ടായിട്ട് ഒരു കുറച്ചും കൂടി വിടാനായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് ഡോക്ടർ അപ്പോൾ അവിടെ നിന്ന് വിളിച്ച്, ഞാൻ രാത്രിയാണ് എനിക്ക് ഫോൺ വരുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് വിളിച്ചപ്പോൾ നാദർഷയുടെ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. ഇപ്പോൾ പാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞതോടുകൂടി ഡോക്ടർ എന്നെ വിളിച്ചു, ഇങ്ങനെ ബ്രദറിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവസ്ഥ ഇതാണ്, നാവ് കട്ടായിട്ടുണ്ടെന്നാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഡോക്ടർക്ക് എനിക്ക് വേറെ ഒന്നും അറിയണ്ട ഡോക്ടർ, എനിക്ക് അവൻ പാടണം, എനിക്ക് എൻ്റെ അനിയൻ പാടണം, തിരിച്ചു വരുമ്പോൾ അവൻ കാരണം അവൻ ഗംഭീര സിംഗറാണ്. സ്റ്റേജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജഗജഗാന്ന് പറയുന്ന സിംഗറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അവൻ പാടണം, എനിക്ക് അതിൽ കുറച്ചിട്ട് ഡോക്ടർ പാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആദ്യം ഞാൻ പറയാം അതൊന്നും എനിക്കറിയണ്ട, നമ്മൾ വേറെ ഇതിലേക്ക് പോയി. കാരണം എനിക്ക് അതിൽ കുറച്ച് വേണ്ട, അവന് പാടിക്കിട്ടണം. അങ്ങനെയാണ്. പക്ഷേ മൈക്രോ സർജറിയൊക്കെ ചെയ്തിട്ട് അത് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ താരങ്ങൾ ഏതാ പഠിച്ചത്? പുതിയ നമ്മുടെ അൽഫോൺസ് പുത്രൻ, വാഴ സിനിമയിലെ അൽഫോൺസ് പുത്രൻ ഒരു പോലീസ് കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. അൽഫോൺസ് ആ ശബ്ദം ചെയ്യാം. നീയൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയാമോ? ഇടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കയ്യേക്കില്ലേ? എൻ്റെ കെട്ടിറങ്ങുമില്ലോ, തനിക്ക് പ്രാന്ത് പിടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാനൊക്കെ തോന്നും. അവസാനം ശരീരവും മനസ്സും മാത്രമല്ല സാമാന്യം പേടിച്ചു പിന്നെ അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട് നടക്കാനേ കൊള്ളൂ. ഒരു കാര്യത്തിനും ഉപയോഗിക്കില്ല. അവസാനം കിളിയും പോയി പരസ്പരം ബന്ധമില്ലാണ്ട് പിച്ചും പേരും പറഞ്ഞു നടക്കും, ഏറി പോകും, പിന്നെ നടത്തിട്ടിറങ്ങാൻ പറ്റില്ല. സ്വന്തം അനുകൊണ്ട് പറഞ്ഞടാ, എല്ലാവരും നിന്നെയൊക്കെ അന്നൊക്കെ ഇരിക്കുന്ന വേദന. താങ്ക് യു. കലക്കി പുതിയ പരിപാടി ഇത്. പിന്നല്ല, നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന എൻ്റെ ഒരു മിമിക്രി ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം സിനിമയാണ്. നമ്മൾ സിനിമയിൽ ഒരു 2.5 മണിക്കൂർ ഒരു കഥാപാത്രത്തെ തന്നെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവരുടെ ശൈലികളും അവരുടെ സ്ട്രൈക്ക് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ബിനു പപ്പുവിനെ പഠിച്ചത്. ഞാൻ അങ്ങനെയാണ് ബിനു പപ്പു. നീ പപ്പുവേട്ടൻ്റെ ചെയ്യുമല്ലോ സാധാരണ? ഇല്ല, പപ്പുവേട്ടൻ്റെ ഇല്ല. ബിനു പപ്പു ചെയ്യാൻ പറഞ്ഞതറിയോ? ഞാൻ കുറേ സൗണ്ട്സ് കേട്ടിട്ടുണ്ട് ബിനു പപ്പുവിൻ്റെ ഒക്കെ. പക്ഷെ നീ ഇപ്പോൾ ഈ അടുത്ത ചെയ്യുന്നതെന്നുള്ളത് അല്ല, ഓപ്പറേഷൻ ചാവോട്ടെ അന്ന് ആളെ സ്കെച്ച് ചെയ്തത്. അന്നിട്ട് കെണി ഒരുക്കി കാത്തിരിക്കുന്നത് കേരള പോലീസ് എന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ. കേരള പോലീസ് എന്ന സുമ്മാവ അതായിരുന്നു അന്ന് അവതരിപ്പിച്ചത്. പിന്നെ ഇപ്പോൾ നമ്മുടെ
തുടരും സിനിമയിൽ ആളൊരു കിടിലൻ പോലീസ് കഥാപാത്രമായിട്ട് വന്നല്ലോ. അപ്പോൾ ആളുടെ ഷൗട്ടിങ്, എടാ ബെൻസേ, നിനക്ക് വിശപ്പുണ്ടാകുന്നില്ലടാ, നിന്റെ സമയം എടുത്തടാ കഴിവേറി. അങ്ങനെയൊക്കെ. അല്ല, ശരിക്ക് നമ്മൾ തമ്മിൽ സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് മഹേഷ് വേറെ കാര്യം പറഞ്ഞത്, മഹേഷ് വീട്ടിൽ ടി വി ഒന്നും ഇല്ലാതെ അതെ മിമിക്രി പഠിച്ച ആളാണ്. അതെ, ഞങ്ങൾ വീട്ടിൽ 7 മണിക്ക് കിടന്നുറങ്ങുമായിരുന്നു വൈകിട്ട്. കറണ്ടില്ല, ഒരു ചാണകം മെഴുകിയ വീട്, ഒറ്റമുറി വീട്. അത് അമ്മയും അപ്പനും കൂടെ പണിഞ്ഞ വീടാണ്, ചെറിയ ഈ ഷീറ്റൊക്കെ ഇട്ട ഒരു വീട്. നിങ്ങൾ എത്ര മക്കളോ? ഞാനും എൻ്റെ ചേട്ടനും. എന്നിട്ട് 4 പേരിങ്ങനെ നിരത്തി ഇട്ട പോലെ അങ്ങ് കിടക്കും. അപ്പോൾ വീട്ടിൽ കറണ്ട് തന്നെ, ടി വി ആ സമയത്താണ് ഇതൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ആ മിമിക്രി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒരു മിമിക്രിക്കാരൻ സ്റ്റേജിൽ നിന്ന് മിമിക്രി കാണിക്കണ കണ്ടിട്ടേ ഇല്ല. ഞാൻ സ്റ്റേജ് പ്രോഗ്രാം, ഉത്സവ പരിപാടികൾ അങ്ങനെയൊന്നും പോവില്ലായിരുന്നു. എന്നിട്ട് വീടിനടുത്തുള്ള ഒരു വീട്ടിൽ ടി വി കാണാൻ പോകും. പക്ഷേ ടി വി കാണാൻ പോകുന്നത് തന്നെ വലിയൊരു ട്രിക്കാണ്. കാരണം അവിടെ ടി വി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയണം ആദ്യം. അപ്പോൾ എൻ്റെ ചേട്ടനും ഉണ്ട് ആഗ്രഹം ടി വി കാണണമെന്ന്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, നീ ആദ്യം അവിടെ പോയിട്ട് ആ ഭിത്തിയിലൊന്ന് ചെവി വെച്ച് ഇങ്ങനെ കേൾക്കാൻ പറയും. അതാണ് നിന്റെ ചേട്ടൻ്റെ ശബ്ദം? അല്ലല്ല, അതെനിക്ക് അയ്യോ, അത് എന്താണെന്നറിയില്ല. നമ്മുടെ അച്ഛൻ്റെ, നമ്മുടെ തൊട്ട് ബ്രദേഴ്സിൻ്റെ, ഫാദറിൻ്റെ ഒന്നും സൗണ്ട് അനുകരിക്കാനേ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ടി വി വെച്ചേക്കണ ഭിത്തിയിൽ ഇങ്ങനെ ചെവി വെക്കുമ്പോൾ ടി വിയുടെ സൗണ്ട് കേൾക്കാം. എന്നിട്ട് ഞാൻ പോയിട്ട് അവിടെ പോയിരിക്കും. എന്നിട്ട് ചേട്ടൻ അവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ അന്വേഷിക്കാൻ വേണ്ടി ചേട്ടൻ വന്നിട്ട് എന്നെ അന്വേഷിച്ച് ആ വീട്ടിൽ വന്നിട്ട് നൈസായിട്ട് അവിടെ വന്നിരുന്നിട്ട് ചേട്ടനും ഞാനും ടി വി കാണും. 2 മണിക്ക് എല്ലാ ദിവസവും സൺ ടി വിയിൽ തമിഴ് പടം ഉണ്ടായിരുന്നു. അങ്ങനെ തമിഴ് പടം കണ്ട് തമിഴ് നമുക്ക് ഒരു ഇതായി. അങ്ങനെ സിനിമകൾ കൂടുതലായിട്ട് കണ്ടു. പിന്നെ തൊട്ടടുത്ത് തിയേറ്ററാണ്. ഈ നരസിംഹവും CID ന്യൂസൊക്കെ തന്നെ ഒരുപാട് വട്ടം അന്ന് കണ്ടിട്ടുണ്ട്. പുറത്ത് നിന്റെ വോയിസ് കോട്ടൻ നസീർ പറഞ്ഞിട്ടുണ്ട്. നസീറിന്റെ വീടിന്റെ അടുത്ത് തിയേറ്റർ ആയിരുന്നു. എന്നിട്ട് അതിന്റെ പുറത്ത് നിന്നിട്ട് ഈ ശബ്ദം കേട്ട് ആ ശബ്ദമാണ്. അങ്ങനെയാണോ നീ പഠിച്ചത്? പിന്നെ ചേട്ടനല്ലേ ഫസ്റ്റ് മിമിക്രി തുടങ്ങി. അപ്പോൾ ചേട്ടൻ വീട്ടിൽ നിന്ന് എന്നെ ഫർഗീസ്, മധു, ഉമ്മർ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇതെന്താണ് ഇവൻ എന്താണ് ഈ കാണിക്കണമെന്ന് നോക്കിയിട്ട് ഞാനും കൂടെ ചെയ്തു നോക്കിയതാണ്. അപ്പോഴാണ്, പക്ഷെ കോളേജിൽ എത്തിയപ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ ഇതല്ലാതെ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നപ്പോഴാണ് കോളേജിലെത്തിയപ്പോൾ. അപ്പോൾ സാറുമാരൊക്കെ അനുകരിച്ച് തുടങ്ങി, കൂട്ടുകാരെ അനുകരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു മിമിക്രി ട്രാക്കിൽ വന്ന് തൊട്ടടുത്ത് നിന്ന് സംസാരിക്കണ ഒരാളുടെ ശബ്ദത്തിൻ്റെയും ബോഡി ലാംഗ്വേജൊക്കെ അറിയാണ്ട് ശ്രദ്ധിച്ചു പോകും. അങ്ങനെയാണ് ഓരോ ശബ്ദം. അതെ, ആളുകൾ പറയും ഭയങ്കര ഒബ്സർവേഷനാന്നൊക്കെ പറയും. വിനീത് ശ്രീനിവാസനെ ഞാൻ ഒട്ടും ഒബ്സർവ് ചെയ്യാണ്ട് അനുകരിച്ചതാണ്. എല്ലാവരും പറയും ഞാൻ കൈ വെക്കുമ്പോൾ വിനീത്, ഇപ്പം കൈ വെക്കുമ്പോൾ പിണറായി ഒക്കെ കയറി വരും. അതാണ് പ്രശ്നം. അതിലേക്ക് വരും. അതിനു മുമ്പ് മോളെ കുറെ നേരം നീ മിണ്ടായിരിക്കും. നിന്റെ ചരിത്രം എന്താണ്? അതെ, ചരിത്രം വഴിമാറുന്നു എന്നിലൂടെ പറ. സിംഗേഴ്സിനെ ഇങ്ങനെ അനുകരിച്ചാണ് ഞാനിങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ കലോത്സവത്തിനൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ സബ് ജില്ലയിൽ നിന്ന് ജില്ലയിൽ പോയി പിന്നെ സ്റ്റേറ്റിൽ പോകേണ്ടി വന്നപ്പോൾ നമുക്ക് വീട്ടിൽ പറയണമല്ലോ. അന്ന് തൃശ്ശൂരായിരുന്നു ഫസ്റ്റ്. അപ്പം വീട്ടിൽ പറഞ്ഞപ്പോൾ ആണ് ഞാൻ മിമിക്രിക്കാണ് പോകുന്നതെന്ന് വീട്ടുകാരറിഞ്ഞത്. പിന്നെ ഒരു ചെറിയ രീതിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അവരൊക്കെ വന്നൊക്കെ തുടങ്ങി കൂടെ മത്സരത്തിനൊക്കെ. അമ്മയാണ് എപ്പോഴും കൂടെ വരുന്നത്. ഏതൊക്കെ താരങ്ങളുടെ ശബ്ദമാണ് ഇപ്പോൾ എത്ര എണ്ണി നോക്കിയിട്ടുണ്ട്? എത്ര പേരുടെ ശബ്ദം അനുകരിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എണ്ണി നോക്കിയിട്ടില്ല. എന്നാലും ഏകദേശം ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട് ബുക്കിൽ. എന്നിട്ടിങ്ങനെ ടിക്ക് എത്ര വരെ ആയി ഇപ്പോൾ? ഇതിപ്പോൾ ഒരു 10-85 ആയി. 100 ആയില്ലേ? 100 ആയിട്ടില്ല. കാരണം നമുക്ക് 100 ആക്കണമെങ്കിലേ അത് ആ വോയിസിൽ ഇച്ചിരി പെർഫെക്ഷൻ ഇച്ചിരി കൂടെ ബെറ്റർ ആയാലും എനിക്ക് അതിൽ നമ്പറിൽ ഉൾപ്പെടുത്തുള്ളൂ. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ചെയ്യുന്നു. ഇപ്പൊ ചിലരുടെയൊക്കെ നമുക്ക് വെറുതെ ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി കുറച്ചു നേരം നീ മറ്റേ വേറെ ഏത് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ആങ്കർ ചെയ്യും? ഞാൻ ആങ്കർ ചെയ്യാം അല്ലേ? ലാലേട്ടനായിട്ട് ആങ്കർ ചെയ്യാം. അതറിയാം. നിന്നാണ് ചെയ്യാറ് പൊതുവെ, എന്നാലും ഇരുന്നൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. എന്തായാലും നാർഷികയുടെ ഷോയിൽ ലാലേട്ടൻ വരുന്നു, ഗസ്റ്റായിട്ട് വൈക്കം വിജയലക്ഷ്മി വരുന്നു. എല്ലാവർക്കും നമസ്കാരം. നാദർഷയുടെ അഭാവത്തിൽ ഈ ഷോ ഞാനാണ് ഇന്ന് ആങ്കർ ചെയ്യുന്നത്. വളരെ നല്ലൊരു ദിവസമാണ്. ഈ ദിവസത്തിലെ വളരെ നല്ലൊരു
ഒരു ഗായിക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു കലാകാരി നമ്മുടെ കൂടെയുണ്ട്, വൈക്കം വിജയലക്ഷ്മി. നമസ്കാരം. നമസ്കാരം. സന്തോഷം. എന്തൊക്കെയുണ്ട്? അങ്ങനെ പോകുന്നു. ഒരുപാട് പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പൊ ഉത്സവ സീസണുകളാണ്. ഞാൻ കുറെ പരിപാടികളൊക്കെ കാണാറുണ്ട്. പല അമ്പലങ്ങളിലൊക്കെ പാടുന്നതൊക്കെ കാണാറുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ പല ഭാഷകളിലൊക്കെ പാടില്ല. എത്ര ഭാഷകളിലൊക്കെ പാടിയിട്ടുണ്ട്? അങ്ങനെ ഞാൻ ശരിക്കും എണ്ണി നോക്കിയിട്ടില്ല. ഓക്കെ, അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും സ്റ്റേജിൽ ലൈവായിട്ട് പാടുമ്പോൾ വേറെ ഇതിലായിരിക്കും, റെക്കോർഡിങ്ങിൽ വേറെ ആയിരിക്കും, സ്റ്റേജിൽ വേറെ ആയിരിക്കും. പക്ഷേ വൈക്കം വിജയലക്ഷ്മി പാടുമ്പോൾ ആ റെക്കോർഡിങ്ങിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പാടുന്നത്. വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അല്ല, എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയിലൊരു പാട്ട്, നല്ലൊരു സിനിമ. ലാലേട്ടന്റെ സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ടോ? എൻ്റെ സിനിമയിൽ പാടിയിട്ടില്ലേ മോളെ? ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഓർമ്മയില്ല. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പറയാം. ആ പാട്ട് വൈക്കം വിജയലക്ഷ്മി ഒന്ന് പാടിത്തരാം. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. ആ പാട്ടൊന്ന് പാടിയേ. പുഞ്ചിരിക്കാറ്റേ പാടും പൂങ്കാറ്റേ കുളിർക്കാറ്റേ ചക്കരമാവിൽ ബാക്കി അറിഞ്ഞൂടാ. ഓക്കെ, ലിറിക്സ് അറിയില്ല. എന്തായാലും ഈ ഷോ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ. Veramonte Perfumes, unforgettable energy.